പാല ബ്രില്യൻ്റ് എന്ന് കേരളത്തിന് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ലാത്തൊരു നാമമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലമായി കേരളത്തിലെ പ്രതിഭകളായ കുട്ടികൾ മത്സര പരീക്ഷകളിൽ വിജയം നേടുകയും ഇന്ന് കേരളക്കരയിൽ മെഡിസിൻ രംഗത്തും അതുപോലെ എഞ്ചിനീയറിംഗ് രംഗത്തും മറ്റ് IIT പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കാനുള്ള ഒരു പാലമായി പ്രവർത്തിച്ച ഒരു വലിയ ഒരു പ്രസ്ഥാനമാണ് ബ്രില്യൻറ്റ് പാല. നമുക്കറിയാം, നമ്മുടെ ഓരോ രക്ഷിതാക്കളും തൻ്റെ മക്കളെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്കൂളിനെ തുടങ്ങും നമ്മുടെ ആസ്പിറേഷൻസ് എന്താവണം എന്നതിനെ കുറിച്ചൊക്കെ ധാരണ ഇപ്പോൾ നമ്മുടെ ചെറുപ്പകാലത്ത് തന്നെ നമുക്കുണ്ട്. അതനുസരിച്ചുകൊണ്ട് ഇന്ന് SLC കഴിയുമ്പോൾ തന്നെ വിവിധ സ്ട്രീമുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അവിടെയൊക്കെ വളരെ കോമ്പറ്റീറ്റീവാണ്. ഇന്ന് മുൻകാലങ്ങളിലെ പോലെയല്ല. മെഡിസിൻ രംഗത്തൊക്കെ നമ്മൾ പഠിക്കണമെങ്കിൽ, എഞ്ചിനീയറിംഗ് സീറ്റ് കിട്ടണമെങ്കിലൊക്കെ വലിയൊരു എഫേർട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. അതിനുള്ള കോച്ചിങ് സെൻ്ററുകൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട്. പക്ഷേ നേരത്തെ വളരെ ക്രെഡിബിളായിക്കൊണ്ട് പാലയിൽ പോയാൽ അവിടെ എൻട്രൻസ് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കെല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ നേരത്തെ സംസാരിക്കുന്ന ഡയറക്ടർ പറയുന്നു, 85% മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഭാഗങ്ങളിലൊക്കെയുള്ള കുട്ടികളുടെ അവിടെയൊക്കെ അടിസ്ഥാനമായി അവർ കോച്ചിങ് നേടിയത് ഈ ഒരു ക്യാമ്പസിലാണെന്ന് പറയുമ്പോൾ ഈ ക്യാമ്പസ് വലിയൊരു സോഷ്യൽ എൻറ്റിറ്റിയായി ഇതിനകം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. നമ്മുടെ ബഹുമാനരായ കലക്ടറും അതുപോലെ SP ഒക്കെ ഇവിടെയുണ്ട്. അവർക്ക് കൂടുതൽ കുട്ടികളോട് പറയാൻ സാധിക്കും. ഇന്ന് ബ്രില്യൻ്റ് മലപ്പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഒരിക്കൽ പാലയിൽ പോയി ആ ക്യാമ്പസ് സന്ദർശിച്ചിട്ടുണ്ട്. ഇന്ന് മലപ്പുറത്ത് തന്നെ ഒരു മനോഹരമായ ക്യാമ്പസ് ഇവിടെ തുടങ്ങാൻ വേണ്ടി നിങ്ങൾ മുന്നോട്ട് വന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് മലപ്പുറത്തുകാർ. കാരണം നമ്മുടെ കുട്ടികൾക്ക് അവരുടെ സ്വപ്നങ്ങൾ പോകുന്നതിന് വേണ്ടി നീറ്റും കീമും അതുപോലെ JEE അടക്കമുള്ള പരീക്ഷകൾ എഴുതാനുള്ള ഒരു ആത്മവിശ്വാസം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ക്യാമ്പസ് ഇന്ന് ഇവിടെ ഒരുങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികൾ മത്സര പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. കേരളം ഒരു നോളജ് എക്കണോമിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യ സമ്പത്തിൽ ലോകത്തെമ്പാടും ഏറ്റവും ഡിമാൻഡുള്ള ഒന്നായി മാറുന്ന റിസോഴ്സായി മാറിക്കൊണ്ടിരിക്കുന്നു. അത് നാം ഈ ജീവിക്കുന്ന ഈ ഇൻഫർമേഷൻ ഏജിൽ ഇപ്പോൾ 4ാം വ്യാവസായിക വിപ്ലവങ്ങളൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന AI പോലുള്ള കാലങ്ങളിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കതിൻ്റേതായ രീതിയിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ നമ്മൾ മനുഷ്യരാണ്. പലപ്പോഴും നമ്മുടെ മാൻ പവർ അതൊരു കേവലം മെഷീനറിയായി മാറുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ പരീക്ഷകൾ എഴുതുമ്പോൾ നമുക്ക് പലതും അറിയാതെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കേവലം ഒരു എൻട്രൻസ് എക്സാം എന്നുള്ളത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ സമൂഹവുമായുള്ള ബന്ധം, ഇന്ന് നമ്മൾ എന്ത് പഠിച്ചാലും അത് സമൂഹത്തിൻ്റെ ഗുണത്തിന് വേണ്ടിയും സമൂഹത്തിൻ്റെ എംപവർമെൻറ്റിന് വേണ്ടിയുമാണ് നമ്മുടെ വിജ്ഞാനം എന്നുള്ളത് നാം മറന്നു പോയത്. എംപത്തറ്റിക്കലായിക്കൊണ്ട് നമ്മൾ മനുഷ്യത്വം നമ്മുടെ പഠനത്തോടൊപ്പം തന്നെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പഠനം കഴിയുമ്പോഴും നമ്മുടെ സേവന രംഗം, നമ്മുടെ നല്ല ഡോക്ടേഴ്സ് ഉണ്ടാകുമ്പോൾ ആ ഡോക്ടേഴ്സ് നല്ല മനുഷ്യരാകുമ്പോഴാണ് ആ സമൂഹത്തിന് ഏറ്റവും നല്ല ഡോക്ടേഴ്സിന് ലഭ്യമാവുകയുള്ളൂ. കേവലം ഒരു കൊമേഴ്ഷ്യൽ എൻറ്റിറ്റി അല്ല നമ്മുടെ ഭാവിയും നമ്മുടെ ജീവിതവും. അത് മനുഷ്യനെ സേവിക്കുവാനും ഏറ്റവും നല്ല ലോകം പടുത്തുയർത്തുവാനുമാണ് നമ്മുടെ നോളജിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ എഞ്ചിനീയറിംഗും മെഡിസിനൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ലോകത്ത് ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. അതൊക്കെ മനുഷ്യന് നന്മയ്ക്ക് വേണ്ടിയും അപരവൽക്കരിക്കപ്പെട്ട അശരണമായിട്ടുള്ള ആളുകൾ അവരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ അത്തരത്തിലുള്ള പ്രൊഫഷനുകൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് അത്തരത്തിലുള്ള നല്ല സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വപ്നങ്ങൾ നമ്മൾ ഇപ്പോഴേ കാണേണ്ടതുണ്ട്. ഇവിടെ പഠിക്കാൻ വേണ്ടി വന്നിട്ടുള്ള നമ്മുടെ കുട്ടികൾ ഇന്ന് ലോകത്ത് എമ്പാടും പോകുമ്പോൾ നമുക്ക് അഭിമാനമുണ്ട്. കാരണം മുമ്പൊന്നും ഇല്ലാത്ത രീതിയിൽ, 4 വർഷത്തെ കോഴ്സാണ്. 4 വർഷത്തെ കോഴ്സ് 4 വർഷത്തെ 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 4 വർഷ
ഇന്ന് ലോകത്തെമ്പാടും പരന്നു കിടക്കുന്ന എല്ലാ ഭൂഖണ്ഡങ്ങളിലും നമ്മുടെ വിദ്യാർത്ഥികളുണ്ട്. ഉപരിപഠനത്തിന് പോയി, അതുപോലെ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെ ആയി IT പ്രൊഫഷണലൊക്കെ അവർ വളരെ മനോഹരമായ രീതിയിൽ അമേരിക്കയിലും US അതുപോലെ യൂറോപ്യൻ നാടുകളിൽ UK, ഫാർ ഈസ്റ്റിൽ നമ്മുടെ മിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പോട് കൂടി പഠിക്കാനുള്ള അവസരം കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ലോകത്തെമ്പാടും എത്തിച്ചേരാൻ കഴിയുന്നുള്ള ഒരു വലിയ ട്രിഗറിംഗ് ആയി ഇത്തരം സെൻറ്ററുകൾ മാറുകയും അവരിലൂടെ നമുക്ക് നല്ല പ്രതീക്ഷ കൈവരിക്കാനൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. എല്ലാവിധ ഭാവങ്ങളും ഞാൻ നേരുകയാണ്. ഇവിടെ വിനോദ് സാറ് അദ്ദേഹം മലപ്പുറത്ത് കൊണ്ടുവന്ന ഒരുപാട് മാറ്റങ്ങൾ, നെല്ലിക്ക എന്ന അദ്ദേഹത്തിൻ്റെ ഒരു കോൺസെപ്റ്റ്, ഹെൽത്ത് അവെയർനെസ്, മധുരവും ഉപ്പും ഓയിലും ഒഴിവാക്കി നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുക എന്നുള്ള ഒരു വലിയ പദ്ധതി അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ അടുത്താണ് ഞാൻ അറിഞ്ഞത്, നല്ലൊരു സൈക്ലിങ്ങിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച് 10-25 കിലോമീറ്റർ ദിവസം സൈക്കിൾ ചവിട്ടി ആരോഗ്യം സംരക്ഷിക്കുന്ന ഒരു വലിയ ഇൻസ്പിറേഷൻ കൂടിയാണ് അദ്ദേഹം. അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ SP-യും ഒക്കെ ആ രീതിയിൽ അദ്ദേഹത്തെക്കുറിച്ച് സ്വാഗതം പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ കേട്ടു. കാരണം പോലീസുകാർ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഭയപ്പാടോട് കൂടിയാണ് കാണാറ്. പക്ഷേ നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയും വിദ്യാർത്ഥികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയും അവരും നമുക്കൊരുപാട് നല്ല രീതിയിലുള്ള, പ്രത്യേകിച്ച് ഇന്ന് ഒരുപാട് സംരക്ഷണം നമ്മുടെ കുട്ടികൾക്ക് നൽകുന്നതിന് വേണ്ടി, അവർക്കുള്ള അവയർനെസ് നൽകുന്നതിന് വേണ്ടി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ, ലഹരിയും അതുപോലെ മറ്റ് രീതിയിലുള്ള പ്രയാസങ്ങൾ, പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ നല്ലൊരു സമൂഹം വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. എല്ലാവിധ ഭാവങ്ങളും ഈ ഒരു പുതിയ സെൻറ്ററിന് ഞാൻ നേർന്നുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.